ഉത്തരനും അഭിമന്യുവും. പാണ്ഡവരുടെ അജ്ഞാതവാസകാലം. വിരാടരാജ്യം കൗരവർ ആക്രമിച്ചു. രാജാവ് രണാങ്കണത്തിൽ മുറിവേറ്റു വീണു. സൈന്യം അധികവും നശിച്ചു. കൊട്ടാരത്തിലുണ്ടായിരുന്ന യുവരാജാവ് ഉത്തരനോട് യുദ്ധവിവരം അറിയിച്ചു. കൊട്ടാരദാസിമാരുടെ ഇടയിൽ വീമ്പിളക്കി രസിക്കലായിരുന്നു സുഖലോലുപനായ ഉത്തരന്റെ ജോലി. ഉത്തരൻ ഭയന്നു. ദാസിമാർ നിർബന്ധിച്ച് പടച്ചട്ടയും വാളും വില്ലും കൊണ്ടുകൊടുത്തു. രഥവുമെത്തി. സാരഥിയില്ല എന്നു പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു. പെൺവേഷധാരിയായ അർജുനൻ രഥമോടിച്ച് രണാങ്കണത്തിലെത്തി. ശത്രുസേനയെ കണ്ടപ്പോൾ രഥത്തിൽ നിന്നും ചാടി പലായനം ചെയ്യാൻ ആരംഭിച്ചു. ഭീരുവായ ഓടുന്ന ഉത്തരനെ ബലമായി പിടിച്ചുകൊണ്ട് രഥമോടിക്കാൻ പറഞ്ഞു. ബൃഹന്നളെയാണ്, അതായത് അർജുനനാണ് കൗരവരെ തോൽപ്പിച്ചത്. കുരുക്ഷേത്ര യുദ്ധം 13-ാം നാൾ. ദ്രോണാചാര്യർ ഭീകരമായ പത്മവ്യൂഹം ചമച്ച് രണാങ്കണത്തിലെത്തി. യുധിഷ്ഠിരനെ ബന്ധിച്ച് പാണ്ഡവരെ തോൽപ്പിക്കാനുള്ള ലക്ഷ്യമായിരുന്നു ദ്രോണർക്ക്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് സപ്തകന്മാർ എന്ന കൂട്ടർ യുദ്ധത്തിനായി വെല്ലുവിളിച്ച് അർജുനനെ അകലെ കൊണ്ടുപോയിരുന്നു. അർജുനനല്ലാതെ 7 കവാടങ്ങളുള്ള പത്മവ്യൂഹം ഭേദിക്കാൻ പാണ്ഡവപക്ഷത്ത് ആരുമുണ്ടായിരുന്നില്ല. വ്യൂഹം കണ്ട് പകച്ചുനിന്ന പാണ്ഡവരെ രക്ഷിക്കാൻ അർജുനപുത്രൻ അഭിമന്യു തയ്യാറായി. വ്യൂഹം മുഴുവനും ഭേദിക്കാൻ അറിയില്ല എങ്കിലും അച്ഛൻ്റെ കടമ താൻ നിർവഹിക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ വ്യൂഹം ആക്രമിച്ച് 6 കവാടങ്ങളും ഭേദിച്ച് ദ്രോണരെ അഭിമുഖീകരിച്ചു. രക്ഷയില്ലാതെ വന്നപ്പോൾ ഏവരും ചേർന്ന് ചതിച്ച് അഭിമന്യുവിനെ കൊന്നു. എങ്കിലും അഭിമന്യു പതറിയില്ല, പലായനം ചെയ്തില്ല. ഏകനായിട്ടാണ് വ്യൂഹത്തെ നേരിട്ടത്. ഉത്തരനും അഭിമന്യുവും ഒരേ പ്രായം, രാജകുമാരന്മാർ. എന്നാൽ രണ്ടുപേരും തമ്മിൽ അപാര അന്തരമുണ്ടായിരുന്നു. കൗരവയെ കണ്ട് പലായനം ചെയ്തു ഉത്തരൻ. ലക്ഷക്കണക്കിന് സേനയെയും നിരവധി മഹാരഥരെയും കണ്ട് ഭയക്കാതെ അവസാന ശ്വാസം വരെ പോരാടി അഭിമന്യു.